റിജക്ഷൻ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അതായത് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇയാൾ എന്നെ റിജക്ട് ചെയ്യുമോ എന്നുള്ളത്. ആക്ച്വലി അവർക്ക് ആ ബന്ധം നഷ്ടപ്പെടണം എന്നില്ല. വളരെയധികം ഇവർ വാല്യൂ ചെയ്തിട്ടുള്ള ഒരു ബന്ധം തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ. അതായത് ഇവർക്ക് എപ്പോഴും പാർട്ട്ണറിന്റെ ഒരു അറ്റൻഷനും വാലിഡേഷനും ഭയങ്കര നിർബന്ധമാണ്. അത് കുട്ടിക്കാലത്ത് മേ ബി ഇവർക്ക് അത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ പാർട്ട്ണറിൽ നിന്ന് ഈ ഒരു അറ്റൻഷനോ വാലിഡേഷനോ കുറച്ചൊന്ന് കുറയുന്നു എന്ന് കണ്ടാൽ ഇവർ ജലസ്ഡ് ആവും. അപ്പോ ഇപ്പൊ ഒരു ഫ്രണ്ടിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, പാർട്ട്ണറിനെ വേണമെന്നില്ല, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും മറ്റൊരു ഫ്രണ്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, അങ്ങനെ പ്രയോറിറ്റീസ് ഇച്ചിരിയെങ്കിലും മാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവര് ആ ഒരു അബാൻമെന്റ് റിയൽ ആയിരിക്കില്ല, പക്ഷെ ആ അബാൻമെന്റ് ഉണ്ടായില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. അപ്പൊ ആ പരിശ്രമങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ഇങ്ങനെ പാർട്ട്ണറിന് ഇവരെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത്, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പ്രയോറിറ്റി അല്ല, ഫുൾ കോൺസെൻട്രേഷൻ, ഫുൾ ശ്രദ്ധ ഇവരിൽ തന്നെ കൊടുക്കേണ്ടി വരും. പാർട്ട്ണർ സ്വാഭാവികമായിട്ടും ടയേർഡ് ആകും. ഇവർക്ക് അപ്പൊ അത് ചെറുതായിട്ടെങ്കിലും കുറയുന്നു എന്ന് കാണുമ്പോൾ ഇത് തിരിച്ചു കിട്ടാനായിട്ട് ഇവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തും. ഇവർക്ക് തന്നെ ഇവരോട് പാവം തോന്നും, അയ്യോ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടും മറ്റേ ആൾ ഇത്രയും എഫേർട്ട് ഇടുന്നില്ലല്ലോ എന്ന്. പക്ഷെ എഫേർട്ട് അല്ല അവിടെ നടക്കുന്നത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പരാക്രമമാണ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് പോകുന്നു എന്നുള്ള ആ ഒരു റിജക്ഷൻ ആങ്സൈറ്റിയിൽ നിന്ന് റിജക്ട് ആവാതിരിക്കാൻ വേണ്ടി ഇവര് കുറെ ശ്രമം നടത്തും. അവസാനം ഇത് നടക്കില്ല, ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരു ആ റിലേഷൻഷിപ്പിൽ ഒരു നല്ല രീതിക്ക് ആവില്ലല്ലോ പോവുക. അപ്പൊ ഒന്നെങ്കിൽ പാർട്ട്ണർ പോകും, അല്ലെങ്കിൽ ഇവർ തന്നെ വിചാരിക്കും ഇല്ല ഈ റിലേഷൻഷിപ്പ് ശരിക്കും നടക്കില്ല, നമ്മൾ ലീവ് ചെയ്ത് പോണെയാണ് നല്ലത്, എനിക്കിത് ഭയങ്കര വിഷമമാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വരുമ്പോഴത്തേന് അവര് റിലേഷൻഷിപ്പ് ലീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവില്ല അപ്പൊ അവിടെ ഫോം ചെയ്യുക.